വയനാട് പുതുമല ദുരന്തബാധിതരുടെ പ്രതിഷേധം. ദുരന്തബാധിതരെ പുനരധിവസിപ്പിച്ച ടൗൺഷിപ്പ് ഭൂമി അതിദരിദ്രർക്കുള്ള പദ്ധതിക്കായി മാറ്റിയതിലാണ് പ്രതിഷേധം. നിർമ്മാണ പ്രവർത്തനങ്ങൾ ദുരന്തബാധിതർ തടഞ്ഞു. ദുരന്തബാധിതർക്ക് നൽകിയ ഭൂമിയിൽ സാംസ്കാരിക നിലയം ഉൾപ്പെടെ നിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ടൗൺഷിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുക, അംഗൻവാടി കളിസ്ഥലം അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് സെൻറ്റർ കാര്യങ്ങൾ നടപ്പിലാക്കുക. ഇത് അതിദരിദ്രർക്ക് ഭൂമി കൊടുക്കുന്നതിൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ചോർച്ചയാണ്. നിരന്തരം ചോർച്ചയായിട്ട് ഞങ്ങൾ കളക്ടർ ഓഫീസിൽ പോവാം. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞാൽ മഴയായി. ഈ മഴയും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്കാരിന് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഇതിൽ ഉണർവ് വരുള്ളൂ. ഇത് മെയിൻ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ്. 2019 മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം എടുത്ത് നോക്കിയാൽ അറിയാം. അതിദരിദ്രർക്ക് ഭൂമി കൊടുത്തോട്ടെ, കുഴപ്പമില്ല, ഞങ്ങളെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് ഭൂമി കൊടുത്തോട്ടെ. പോരാത്തതിന് കൽപ്പറ്റ ടൗൺഷിപ്പിൽ വരെ സ്ഥലം ബാക്കിയുണ്ട്. 1.5 ഹെക്ടർ ഭൂമിയിലായാലും സ്ഥലം ബാക്കിയുണ്ട്. ആ 1.5 ഏക്കർ ഭൂമിയിൽ അവർക്ക് അതിദരിദ്രർക്ക് ഭൂമി കൊടുത്തോട്ടെ. ഇത് ഒരു വട്ടം ഞങ്ങൾ അളക്കാൻ വന്ന സമയത്ത് ഞങ്ങൾ തടഞ്ഞതാണ്. ഞങ്ങൾ അറിയാതെ സാറ്റലൈറ്റ് വഴിയാണ് ഇത് ഭൂമി അളന്നിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു കാര്യങ്ങൾ തീരുമാനമാക്കിയതിന് ശേഷം സർക്കാർ ഈ ഭൂമി ബാലൻസ് ഉള്ളത് ആർക്ക് വേണമെങ്കിലും കൊടുത്തോട്ടെ. അതുവരെ ഞങ്ങൾ ഇവിടെ നടക്കുന്ന പ്രവർത്തികൾ ഞങ്ങൾ തടയുന്നുള്ളതാണ്. അർജുനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഇത് 2018 പ്രളയമാണെങ്കിലും അതിനുശേഷം നടന്നിട്ടുള്ള മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിലാണെങ്കിലും ഈ ദുരന്തത്തിന് ഇരയായ ആളുകൾക്ക് നൽകുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ സർക്കാർ നൽകിയിട്ടില്ല. അതൊക്കെ കേവലം വാചകവടി മാത്രമായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ വയനാട്ടിൽ നടക്കുന്ന ഈ പ്രതിഷേധം, ആ പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഗൗതം, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. നേരത്തെ ഉണ്ടായിരുന്ന പുത്തുമല ദുരന്തവുമായി ബന്ധപ്പെട്ട ഇവർക്ക് ടൗൺഷിപ്പ് പദ്ധതിയൊക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചൂരമല ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അന്നും ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അന്ന് കുറച്ചു പേർക്ക് വീട് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ചോർച്ച വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വാർത്തയാക്കിയ സംഭവമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവർക്കുള്ള ഭൂമിയിൽ അത് അതിദരിദ്രർക്ക് കൊടുക്കുവാൻ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. അതായത് ഇവരുടെ ഒരു ഭൂമിയുണ്ട്, ഇവർക്ക് നൽകാമെന്ന ഒരു ഭൂമി നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് അതിദരിദ്രർക്കുള്ള പദ്ധതിക്കായി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെയാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം തങ്ങൾക്ക് ലഭിക്കേണ്ട ഭൂമിയാണ്, തങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടതാണ്. പുത്തുമല ഒന്നാകെ ഒലിച്ചുപോയ ഒരു സമയമായിരുന്നു. ആ ഒരു സമയം അത് അത്തരത്തിൽ അവർക്ക് പിന്നീട് ഭൂമി നൽകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ അവരെ വഞ്ചിച്ചുകൊണ്ട് ഇത് അതിദരിദ്രർക്കുള്ള പദ്ധതിക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് മറ്റൊരു പദ്ധതിയിലേക്ക് മാറ്റുന്നു. അത് തങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ദുരന്തബാധിതരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളം അതിദരിദ്രമൊന്നും ഈ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്ന സർക്കാരാണ് ഇപ്പോൾ അതിദരിദ്രർക്ക് കൃത്യമായിട്ടുള്ള ഭൂമി ഒക്കെ കണ്ടെത്തി, അതും ഈ ദുരന്തബാധിതരുടെ ഭൂമിയാണ് ഇവർക്ക് കണ്ടെത്തി നൽകുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. അത്തരത്തിൽ ഈ ദുരന്തബാധിതർക്കായി ഇവിടെ വീടുകൾ നിർമ്മിച്ച് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ആ വീടുകളിലൊക്കെ വിള്ളൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല ചോർച്ച ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെയുള്ളത്. അവിടെ സാംസ്കാരിക നിലയമടക്കം നിർമ്മിക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഭൂമിയിൽ കിണറുകളോ അല്ലെങ്കിൽ അംഗൻവാടി തുടങ്ങിയ സാഹചര്യം ഒരുക്കും. ഇത്തരത്തിൽ ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുമെന്നുള്ള ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു പദ്ധതിയെ മാറ്റി ഇത് വീണ്ടും മറ്റൊരു പദ്ധതിക്ക് വേണ്ടി ഈ ഭൂമി മാറ്റുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഗൗതം. ഓക്കെ അർജുൻ, എന്തായാലും വയനാട്ടിൽ ദുരന്തബാധിതരുടെ പ്രതിഷേധം ഈ സർക്കാരിനെതിരെ ഉയരുകയാണ്. പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും ഈ സർക്കാർ നടപ്പാക്കുന്നില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നത്. അർജുനാണ് വിവരങ്ങളുമായി ചേർന്നത്.